ഹലോ ഗായ്സ്, വെൽക്കം ടു ജോഞ്ചസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജാനുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച ഡ്രസ്സുകളുടെ റിവ്യൂ ആണ്. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 6 ഡ്രസ്സാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓ ഡ്രസ്സുകൾ നമുക്ക് നോക്കിയാലോ. ഇത് ചില ഡ്രസ്സെല്ലാം ഞാൻ പൊളിച്ചിട്ട് കേട്ടോ, കിട്ടിയ ആവേശത്തിൽ പൊളിച്ചതാണ്. അതുകൊണ്ട് ഓരോന്നില്ല. നമ്മൾ ജാനുവിൻ്റെ ബർത്ത്ഡേ ഗ്രാൻഡ് സെലിബ്രേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് പകരം നമ്മൾ ട്രിപ്പ് പോകണം. അതുകൊണ്ട് വാങ്ങിച്ച ഡ്രസ്സൊക്കെ കൂടുതലും ട്രിപ്പിന് അനുയോജ്യമായിട്ടുള്ളതും പിന്നെ ഫോട്ടോഷൂട്ട് കുറച്ച് വിചാരിച്ചിരുന്നു അതിന് കണക്കായിട്ടുള്ളതാണ്. ഓരോ ഡ്രസ്സായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു കുഞ്ഞ് സെറ്റാണ്. ഒരു ഹുഡി ടൈപ്പും പിന്നെ സ്ലീവ്ലെസ് ബനിയൻ വരുന്ന ഇതും അതിന് ഒരു കുഞ്ഞി ട്രൗസറും വരുന്നു. ലൈറ്റ് ബ്ലൂ ഷെയ്ഡും അതിന് ബ്ലാക്കും വരും. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അതിൻ്റെ സൈസ് 12 to 18 ആണ് എടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇവന് 9 to 12 സൈസ് മതിയാകും, പക്ഷേ പെട്ടെന്ന് വണ്ണം വെക്കുന്നതുകൊണ്ട് ഈ സൈസാണ് എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. 158 രൂപയായിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ. ആ ഒരു റേറ്റിന് ഇത് വളരെ നല്ല ഡ്രസ്സാണ്. ഈ അടുത്ത ഡ്രസ്സ് നോക്കാം നമുക്ക്. ഇത് എനിക്ക് ഭയങ്കര ഈ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സാണ്. എന്താ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു വൈറ്റ് ഷർട്ട്, അതിന് പാൻറ് വരുന്നുണ്ട്. പാൻറ്റും ഇതും പാൻറ് കുറച്ച് വലിയ സൈസാണ്. അവൻ്റെ സൈസിനേക്കാളും കുറച്ച് വലുതാണ് നമ്മൾ എടുത്തിട്ടുള്ളതല്ലോ. ഇത് മറ്റേ ഇങ്ങനെ നാട വരുമല്ലേ, ഇങ്ങനെ നാട വരുന്ന ടൈപ്പാണ്. അതിന് കുഞ്ഞൊരു ക്യാപ്പും ഉണ്ട്. നല്ല രസമുള്ള ഒരു കുഞ്ഞി ക്യാപ്പ്. ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് ഞാൻ നോക്കി എടുത്തതാണ് വാവക്ക്. ഇത് ആക്ച്വലി വാവേൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. ഇതിനൊരു കുഞ്ഞി ബോയും കൂടി വരുന്നുണ്ട്. ഇത് കാണാൻ നിങ്ങൾക്ക് അത്ര രസമുണ്ടെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. വിചാരിച്ച കളർ തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. ഇനി 10 on 10 ആണ് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് അടുത്ത ഡ്രസ്സ്. ഇഷ്ടവും നല്ല കണ്ണിനടിക്കുന്ന ഒരു ഓറഞ്ച് കളറ്. അതിൻ്റെ ഉള്ളിലൊരു ടീഷർട്ട് വൈറ്റും പിന്നെ ഡൊണാൾഡൊക്കെ വരുന്നത്. ഇത് ടീഷർട്ട് വാവിൻ്റെ കറക്റ്റ് സൈസാണ്. ഇതിന് പുറത്ത് ഒരു ഓവർകോട്ട് വരുന്നുണ്ട്. ആ ഓവർകോട്ട് ഹുഡി ടൈപ്പ് സാധനമാണ്. നല്ല ഒരു സിബൊക്കെ വരുന്ന. ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇത് അപ്പോൾ ഫുൾ കൈ വരുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഹുഡി ടൈപ്പായിട്ട് മാത്രം യൂസ് ചെയ്യാം, എല്ലാ എങ്കിലും ബനിയൻ ടീഷർട്ട് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 ടൈപ്പിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. വാവ നമ്മൾ കുറച്ച് ട്രെൻഡി ലുക്കിൽ കണ്ടിട്ടാണ് നമ്മളിത് ഉദ്ദേശിച്ചത്. നമുക്കിത് എങ്ങനെയാണ് ഇത് ശരിക്കും ഇടേണ്ടത് വേണമെങ്കിൽ നേരത്തെ കാണിച്ച പോലെ രണ്ടും വേറെ വേറെ ആയിട്ട് ഇട്ടാലും നല്ല രസമുണ്ടാകും. അതിന് നല്ല കത്തുന്ന ഒരു ഓറഞ്ച് കുഞ്ഞി പാൻറ്റും ഉണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇതൊക്കെ വാവ കിട്ടാൻ നല്ല രസമുണ്ടാവും. പിന്നെ അടുത്തത് നമ്മൾ എടുത്തിട്ടുള്ളത് വീണ്ടും ഒരു ഹുഡി ടൈപ്പ് ഡ്രസ്സാണ്. ഇത് ബീച്ച് വൈബിൻ്റെ ഇതിൽ നമ്മൾ വാവിനെയും കൂട്ടി ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നത് ബീച്ചൊക്കെ വരുന്ന രാമേശ്വരത്താണ്. അതുകൊണ്ടാണ് ബീച്ച് വൈബിൽ ഒന്ന് എടുത്തതാണ്. ഇതൊരു ഹുഡി ടൈപ്പ് ഡ്രസ്സാണ്. ഇതും വാക്ക് കുറച്ച് വേണമെന്ന് എന്താ വെച്ചാൽ ഞാൻ ഒരുവിധ ഡ്രസ്സെല്ലാം ഞാൻ എടുത്തിട്ടുള്ളത് 12 to 18 ആണ്. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നമ്മൾ ഏകദേശം ഗോവയിലൊക്കെ പോയപ്പോൾ നമുക്ക് വാങ്ങിച്ച സെയിം മെറ്റീരിയൽ ടൈപ്പാണ് ഇതും വരുന്നത്. എല്ലാത്തിനും 100-ൻ്റെയും 300-ൻ്റെയും ഇടയ്ക്ക് മാത്രമേ റേറ്റുള്ളൂ. ഓരോ ഡ്രസ്സിൻ്റെയും ലിങ്കും ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കാം. പിന്നെ ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം, വാവയുടെ ബർത്ത്ഡേ ഡ്രസ്സ്. ബർത്ത്ഡേ ഡ്രസ്സ് നമ്മൾ കുറേ ഷോപ്പിൽ തലശ്ശേരിയിലും ഓൺലൈനിലൊക്കെ അന്വേഷിച്ച്, പക്ഷേ നമ്മൾ വിചാരിച്ച കളറും കാര്യങ്ങളൊന്നും വന്നില്ല. ഞാൻ ഒരു ഡ്രസ്സ് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ അത് വളരെ വലിയ സൈസാണ്. അപ്പോൾ അത് റിട്ടേൺ അടിച്ചു. അതിന് ശേഷം പിന്നീട് വാങ്ങിച്ച ഡ്രസ്സാണിത്. ഇതും വാക്ക് കുറച്ച് വലിപ്പമുണ്ട്, പക്ഷേ നമ്മൾ വിചാരിച്ച സെയിം കളർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് റിട്ടേൺ ഒന്നും അടിച്ചിട്ടില്ല. ഇതിന് വരുന്നത് ഒരു ബ്ലാക്ക് ഷർട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് വലിപ്പമുള്ള സൈസാണ് ഇതും. ബ്ലാക്ക് ഷർട്ട്, അതിൻ്റെ പുറത്ത് നല്ല കോട്ട് സ്യൂട്ട്,
നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതിന്. ഇങ്ങനത്തെ ഡ്രസ്സിന് നമ്മളിവിടെ ഷോപ്പിൽ ചോദിച്ചപ്പോൾ 1000-ൻ്റെ അടുത്ത് വരെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മീഷോയിൽ വെറും 358 റുപ്യക്കാണ് ഞാൻ വാങ്ങിച്ചത്. ആ ഒരു റേറ്റിന് ഇത് ഭയങ്കര പെർഫെക്റ്റ് സാധനമാണ്. ഇതിന് കൂടെ ഒരു കുഞ്ഞു ബോയും ഒരു സ്റ്റൈൽ ചെയ്യാനുള്ള ഒരു പിന്നും കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതാണ് വാവയുടെ ബർത്ത്ഡേ ഡ്രസ്സ്. കുറച്ച് ഓൾട്ടർ ചെയ്യാനുണ്ട്. കുറച്ച് ഓൾട്ടർ ചെയ്തിട്ട് എടുത്തിട്ട് വാവയുടെ ബർത്ത്ഡേക്ക് ഈ ഡ്രസ്സ് ഇടാനാണ് നമ്മൾ പ്ലാൻ. നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സിലേക്ക് പോവാം. നെക്സ്റ്റ് ഒരു കോംബോ ഡ്രസ്സാണ് ഇത്. വാവേൻ്റെ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. നമുക്ക് എപ്പം പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ടെഡി ബെയർ ഡ്രസ്സ്. ഇത് നമ്മൾ ഒരു ദിവസം പുറത്ത് പോയപ്പോൾ വേറൊരു ഡ്രസ്സിന് നോക്കിക്കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ടെഡി ബെയർ കണ്ടപ്പോൾ വാവ അത് പിടിച്ച് വലിച്ചു. അപ്പോൾ വാവക്ക് ടെഡി ബെയറിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഓൺലൈനിൽ വാങ്ങിച്ചത്. അപ്പോൾ ഈ ഡ്രസ്സ് അവന് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ടെഡി കണ്ടേരത്തെ അവനിങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ചാണ്. ഈ ഡ്രസ്സും വന്നത് എനിക്കിത് ഇത് രണ്ടും കൂടിയിട്ട് 300 സംതിങ് ആണ് ആയിട്ടുള്ളത്. എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഈ വൈറ്റും പിങ്കും ആണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് പറയാം ഇതിൻ്റെ അകത്ത്. അപ്പോൾ എല്ലാ ഡ്രസ്സിൻ്റെയും ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഡ്രസ്സുകൾ നിങ്ങൾ വാങ്ങിച്ചു നോക്കുക. എനിക്ക് അതിൻ്റെ റേറ്റിംഗ് പറയാം. നിങ്ങൾക്ക് ഏതാണ് ഇതിൽ കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളതും പറയാം. അപ്പോൾ താങ്ക് യു. ടാറ്റാ ബൈ. നമ്മൾ ഒരു കാര്യം പറയാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ വാവയുടെ ബർത്ത്ഡേക്ക് ഗ്രാൻഡ് സെലിബ്രേഷനെ കുറിച്ച് ചെയ്യുന്നില്ല. നമ്മൾ അതിന് പകരം രാമേശ്വരം ധനുഷ്കോടി ട്രിപ്പ് പോവാണ്. ആ രാമേശ്വരം ധനുഷ്കോടി ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കൂടി അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.